ഫസ്റ്റ് പടത്തിന് ഇത്രയും വലിയൊരു വെൽക്കം കിട്ടി. അത് കാർത്തി സുബ്രാജ് അസോസിയേറ്റ് ചെയ്തു. അതുപോലെ ഇത്രയും വലിയ സ്റ്റാർ ക്യാഷ് എന്താണ് ഇതുമായിട്ട് ഫീൽ ചെയ്തത്? അതൊക്കെ ബിഗിനിങ്. അത് ഞാൻ പറഞ്ഞ ഈ സിനിമയിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ സ്വപ്നം കണ്ടവർ ഈ പറഞ്ഞ ഞാനും പണ്ട് സ്വപ്നം കണ്ടതിലൊക്കെ അപ്പുറത്തുള്ളൊരു പൊസിഷനിലാണ് ഞാനിപ്പോൾ നീങ്ങുന്നത്. ഫസ്റ്റായിട്ടാണ് ഒരു ത്രൂ ഔട്ടായിട്ടൊരു പരിപാടി ചെയ്യുന്നത്. അതിന് ഇത്ര ഹിറ്റാവുക, എല്ലാവരും അറിയുക, എല്ലാവരും അതിനെ എടുത്തു പറയുക. ഒരുപാട് താങ്ക്സ് വിജയ് ചേട്ടനോടും ശ്രീഹരി ചേട്ടനോടും എല്ലാവരും. ഞാൻ എനിക്ക് അറിയാൻ എന്താ പറയേണ്ടത്, ഇത്രയും ആൾക്കാർക്ക് അതുകൊണ്ടാണ്. ഒരുപാട് താങ്ക്സ്. എല്ലാ സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. കാരണം ഈ സിനിമയുടെ വിജയത്തിന് നല്ലൊരു പങ്ക് വഹിച്ചത് മീഡിയാസാണ്. കാരണം സിനിമ തിയേറ്ററിൽ വന്ന ആ ദിവസം മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചാനലിലൂടെയും നല്ല നല്ല അഭിപ്രായങ്ങളും എല്ലാം പുറത്തു വന്നു. അത് ആൾക്കാർ കാണുന്നു, കണ്ട് നിങ്ങളിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തെല്ലാം തിയേറ്ററിൽ വരുന്നു. തിയേറ്ററിൽ വരുന്നവർക്ക് ഒരു തരത്തിലുള്ള നിരാശയും വരാത്ത രീതിയിൽ 2.25 മണിക്കൂർ ഒരേപോലെ ചിരിക്കാൻ പറ്റി. കാരണം നമ്മൾ ഒരാഴ്ചയോളം തിയേറ്റർ വിസിറ്റിന് പോയായിരുന്നു. അത് കഴിക്കുമ്പോ ഇവരുടെ കൂടെ അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് പോയി തിയേറ്റർ വിസിറ്റിന് പോയി. സത്യം പറയാ, സിനിമ കണ്ട് ഇറങ്ങി വരുന്നവരുടെ ഫേസിൽ നിന്ന് നമുക്ക് വായിച്ചറിയാൻ പറ്റും. അത് നമ്മളെ ഇപ്പൊ നേരത്തെ കണ്ടത് കൊണ്ട് നമ്മളെ ഒന്ന് സൂചിപ്പിക്കാം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. നമ്മുടെ ക്യാരക്ടറിന്റെ പേര്, എന്റെ ക്യാരക്ടറിന്റെ പേര് ഇതിൽ ശശി എന്നാണ്, ആദിൽ ശശി. എടാ ശശി എന്നൊക്കെ വിളിച്ചോണ്ട് ഓടി വരും. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തൊരു ക്യാരക്ടറിന്റെ പേരിലൊക്കെ നമ്മളെ എനിക്കതൊക്കെ ഒരു സത്യം പറയാൻ ഇപ്പോഴും പറയുമ്പോ എണീറ്റ് നീക്കുന്ന രോഗമൊക്കെ. ഒരുപാട് സന്തോഷം. ഇത്രയും വലിയ മഹാന്മാരിരിക്കുന്ന വേദിയുടെ ഫ്രണ്ടിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഈ പറഞ്ഞ പോലെ അമീൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് വന്ന് ഇപ്പോൾ ഒരു വൻ വിജയമായ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. എല്ലാവരോടും നന്ദി. വിജയ് ചേട്ടാ നന്ദി. പ്രൊഡ്യൂസർമാർക്ക് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ആദ്യമായിട്ട് പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. പിന്നെ ഇവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന മീഡിയാസിനോടും നന്ദി. നമ്മളിതിനു മുമ്പ് ഒരു പ്രസ് മീറ്റ് ആദ്യം വിളിക്കുമ്പോൾ ഈ പടം സക്സസ് ആയിട്ട് നമുക്ക് കാണാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് സംഭവിച്ചു. വളരെയധികം സന്തോഷം. വീണ്ടും ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ, നിങ്ങളുടെ ഈ സന്തോഷം ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. മല്ലികമ്മ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഹിറ്റാവുക എന്നതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന കോൾസും അപ്രീസിയേഷനും. ഞാനിപ്പോൾ വേറൊരു പടത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലാണ്. അവിടെ നിൽക്കുമ്പോൾ പോലും അവിടുത്തെ ആൾക്കാരെ പടം വിജയിച്ചത് ഭയങ്കര രസമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്യൂവൽ, ഒരു എനർജി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഞാനിതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും പിന്നെ ഡയറക്ടർ വിജേഷ്, ശ്രീഹരി, അൽബിച്ചൻ എല്ലാം നമ്മുടെ ആൾക്കാരാണ്. വളരെ സന്തോഷം. ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല സിനിമകൾ ഇവർക്ക് എഴുതാനും ചെയ്യാനും സാധിക്കട്ടെ എന്ന് കൂടെ ഞാൻ ആശംസിക്കുന്നു. അതിൽ എനിക്കും വേഷം ഉണ്ടാവട്ടെ എന്ന് കൂടെ ആഗ്രഹിക്കുന്നു. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. എനിക്കറിയത്തില്ല. ഒരുപാട് സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, സ്വപ്നം കാണുന്നതിൽ അപ്പുറം ഒരു പൊസിഷനിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം ഒരു മല്ലികാമ്മയുടെ ഇത്രയും വലിയ അപ്രിസിയേഷനൊക്കെ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് എന്നെ പറ്റി പറയുന്നു. ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് അയച്ചൊന്നും ഇതിലും വലുത് എന്ത് വേണം, സത്യത്തിൽ ഇതിൽ എന്ത് വേണം എന്ന് ചോദിച്ചിരിക്കുക. കാരണം ഒരു പടത്തിലൊരു ക്യാരക്ടർ ചെയ്തിട്ട് അത് സീനിയറായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞത് ചില്ലറ കാര്യമല്ല. അത് എൻ്റെ ത്രൂ ഔട്ടായിട്ട് വരുന്നൊരു ഫസ്റ്റ് പടമാണ്. ഒന്നും പറയുന്നില്ല. താങ്ക് യു. പറഞ്ഞ കയ്യിൽ പോകും. അതുകൊണ്ടാണ് சார். கார்த்திகேயன் சார், நான் இங்கே வந்ததுல இருந்து கார்த்திக் சார் நிறைய பேர் பேசுறாங்க. நான் இந்த கார்த்திக் சார் நினைச்சேன். ஒருவேளை ஐ எம் சோ சாரி. நான் எனக்கு தெரியல உங்க பேரு கார்த்திகேயன் சார் அப்படின்னு இந்த விஜேஷ் சொல்லியிருக்காங்க. பட் நீங்க தான் அந்த ஆள் எனக்கு இப்போ தமிழ்ல பேசும்போது தான் புரியுது. ஐ எம் சோ சாரி. ரொம்ப சந்தோஷம். So எங்களுக்கு ஸ்டோன் பெஞ்சுக்கு ஐ திங்க் திஸ் இஸ் ஒன் ஆஃப் த வெரி இம்பார்ட்டன்ட் and prestigious one ஒரு success this one, and I think all the credit goes to Karthikeyan
பிகாஸ் இந்த படம் வந்து இனிஷியலாக ஒரு ஸ்டேஜில் இருந்தப்போ ஜஸ்ட் பை லிஸ்னிங் டு த படத்தோட ஐடியாவை மட்டும் அவர் கேட்டுட்டு he said கண்டிப்பாக நம்ம வந்து இந்த படத்தில் அசோசியேட் ஆகணும், இந்த படம் கண்டிப்பாக பெரிய சக்ஸஸ் ஆகணுன்ற மாதிரி ஒரு சொன்னார் அது. அண்ட் தென் ரைட் ஃப்ரம் தட் டைம் ஐ திங்க் எவ்ரி திங் வாஸ் பாசிட்டிவ் அபவுட் திஸ் ஃபில்ம். படத்தோட மேக்கிங்காக இருக்கட்டும், படத்தோட ட்ரெய்லர், சாங் எல்லாமே வந்து பாசிட்டிவாக இருந்துச்சு. அந்த படத்தோட ரிலீஸ்மே ஹேட் அ வெரி வெரி குட் வைப். அண்ட் ஃப்ரம் த டைம் ஆஃப் ரிலீஸ் ஐ திங்க் த ரெஸ்பான்ஸ் வாஸ் சூப்பர். ஸோ as a team, as a member of this team, I'm happy to be part of this team. And thank you every person media for all your support. And but I think third week, all houseful shows everywhere, and then number of shows like increase, number of theaters increase, it was successful poetry. And even it is having very good response in Chennai, Bangalore, other states also. And I think we're all planning to release it soon in Telugu and Tamil dubbing பண்ணி ரிலீஸ் பண்ணலான்ற மாதிரி. I think this film, this concept will be a fun watch for any language audience. And we are all hoping that even Telugu audience and Tamil audience also will see this film. And all the very best everyone. And I'm so happy for Jesh and the entire team. Thank you. ഇങ്ങനൊരു ക്യാരക്ടർ തന്നതിനും എല്ലാതും കൊണ്ടും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പണ്ട് കുറെ സിനിമകളൊക്കെ ഹിറ്റാകുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവമേ ഏതെങ്കിലും ഒരു പടത്തിൽ ഹിറ്റായി ഒരു പടത്തിൽ നായികയാവട്ടെ. അത് സംഭവിച്ചു, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എപ്പോഴും സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇപ്പം സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ പടങ്ങൾ വിജയിക്കാറുള്ളൂ എന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് തോന്നുന്നില്ല. ബിക്കോസ് ഒരു പടം അടിപൊളിയാണെങ്കിൽ അത് എന്തായാലും ആൾക്കാരെ പോയി അത് അംഗീകരിച്ച് വിജയിപ്പിക്കും. അതിന്റെ ഒരു റിസൾട്ടാണ് പ്രകമ്പനം. അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷം. കമ്മി പറഞ്ഞ മാതിരി എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ എല്ലാവരും ഒരു വണ്ടർ മൊമെന്റിലിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. സന്തോഷം ഇത് തന്നെയാണല്ലോ സന്തോഷം. കാരണം ഇതിപ്പോൾ മൂന്നാമത്തെ വാരമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ കാണാൻ പോയി, ഹൗസ്ഫുള്ളായിരുന്നു സത്യം പറഞ്ഞത്. ഇന്നലെ അക്ഷരായിരുന്നു, പക്ഷെ എന്നാലും ഒരു നല്ല ആളായിരുന്നു ഞാൻ കാണാൻ പോയപ്പോൾ. ഒരുപാട് സന്തോഷം. 2026 നടന്നു. 2026 ദൈവാനുഗ്രഹം കൊണ്ട്, ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം. നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസിഡന്റുകൾ ഉണ്ടായി. നമ്മുടെ സഹോദരൻ മരണപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പടം ലോകമെമ്പാടും കാണണമെന്ന് ദൈവ വിധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണിത് വൺ ഹിറ്റിലേക്ക് പോകുന്നത്. ഒരുപാട് സന്തോഷം ഇതിന്റെ ഭാഗമായത്. സന്തോഷം.